ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്ന ഹൈറിച്ചിന്റെ ബഡ്സ് കേസ് നാളെ നടക്കും. കഴിഞ്ഞ തവണ വാദം കേട്ടപ്പോൾ ഹൈറിച്ചിന്റെ അക്കൗണ്ടുകളിലുള്ള 200 കോടിയിലധികം വരുന്ന തുക കേരള സർക്കാരിന്റെ ട്രഷറിയിലേക്ക് മാറ്റാനും ഹൈറിച്ചിനെതിരെ കേസ് കൊടുത്തവരുമായി ചർച്ച നടത്തി ഒരു പരിഹാരം കാണാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈറിച്ചിന്റെ വക്കീലിന്റെ ഓഫീസിൽ നടന്ന ചർച്ചയിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ പണം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കാർക്കും തന്നെ കമ്പനി പൂട്ടിക്കെട്ടണം എന്ന് ആർക്കും തന്നെ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ചെയ്തത് മണി ചെയിൻ ആണെങ്കിൽ കൂടി നിരവധി ആൾക്കാർക്ക് പണം ലഭിക്കാനുള്ളത് കൊണ്ടും നിരവധി ആൾക്കാർ ആത്മഹത്യ ചെയ്തതുകൊണ്ടും അനധികൃതമായി ബോണ്ടിറക്കിയും ഡിജിറ്റൽ ID എന്ന രീതിയിൽ മണി ചെയിൻ ചെയ്തും പ്രവർത്തിച്ച കമ്പനിയെ തുടർന്ന് പ്രവർത്തിക്കണം എന്നാണ് മുഖ്യമായ ആവശ്യം. അല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ മണി ചെയിൻ മോഡലിൽ പ്രവർത്തിച്ച ഹൈറിച്ച് കമ്പനി തിരിച്ചു വരുമോ എന്ന് എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കോടതിയുടെ വാക്കുകളിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. നാളെ കേസ് അവസാനിക്കും എന്നുവരെ ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്.